അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് സംഘത്തലവൻ എൽ മെൻചോയെ ഏറ്റുമുട്ടലിനിടെ വധിച്ച് മെക്സിക്കോ സൈന്യം. അമേരിക്കയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കടത്തുന്ന സംഘടനയുടെ നേതാവാണ് എൽ മെൻചോ. മെൻചോയെ വധിച്ചതിനു പിന്നാലെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ലഹരി സംഘങ്ങൾ ആക്രമണം തുടരുകയാണ്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് $1.5 കോടി വിലയിട്ടിരുന്ന കൊടും കുറ്റവാളി, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, മെക്സിക്കോയിലെ മയക്കുമരുന്ന് രാജാവ്. ഇങ്ങനെ നീളുന്നു ജാലിസ്കോ ന്യൂ ജനറേഷൻ എന്ന് പേരിട്ട മയക്കുമരുന്ന് കാർട്ടർ തലവൻ നെമസിയോ ഒസഗ്വാര സെർവാന്റസ് എന്ന എൽ മെൻചോയുടെ വിശേഷണങ്ങൾ. മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും ഒരുപോലെ തലവേദനയായിരുന്ന എൽ മെൻചോയെ അമേരിക്കയുടെ കൂടെ സഹായത്തോടെയാണ് മെക്സിക്കൻ സൈന്യം വധിക്കുന്നത്. ഞായറാഴ്ച മെക്സിക്കോയിലെ തബൽപയയിൽ വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ. എൽ മെൻചോയ്ക്ക് പുറമെ 6 സംഘാംഗങ്ങളും കൊല്ലപ്പെട്ടു. 2 പേരെ സൈന്യം അറസ്റ്റ് ചെയ്തു. ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ മെൻചോയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. മെക്സിക്കോയിലെ ജാലിസ്കോ നഗരത്തിന്റെ പേരിലാണ് മെൻചോയുടെ കാർട്ടലുകൾ അറിയപ്പെട്ടിരുന്നത്. അമേരിക്കയിലേക്ക് വൻതോതിൽ കൊക്കൈൻ ഉൾപ്പെടെ മയക്കുമരുന്നുകൾ കടത്തിയിരുന്നവരാണ് എൽ മെൻചോയുടെ CJNG കാർട്ടൽ. സൈനിക ഹെലികോപ്റ്ററുകൾ വെടിവെച്ചതുൾപ്പെടെയുള്ള വൻ ആക്രമണങ്ങളും എൽ മെൻചോയുടെ നേതൃത്വത്തിൽ നേരത്തെ നടന്നിരുന്നു. മയക്കുമരുന്ന് കച്ചവടത്തിനു പുറമെ കൊള്ളയടിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയവയും സംഘം നടത്തി. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മെൻചോ സംഘം വധിച്ചിട്ടുണ്ട്. മെൻചോയുടെ കൊലപാതകത്തെ തുടർന്ന് രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഇയാളുടെ അനുയായികളുടെ അഴിഞ്ഞാട്ടം തുടരുകയാണ്. നിരവധി വാഹനങ്ങൾക്ക് അക്രമികൾ തീയിട്ടു. റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി. സംഘർഷം രൂക്ഷമായതോടെ ജാലിസ്കോയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാനും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയിൻബാം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.